കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് എലോക്കര എന്ന സ്ഥലത്ത് താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ജോജി ജോസഫിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് താമരശ്ശേരിയിൽ നിന്നും വയനാടിന് പോകുന്ന വഴി 7 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോൾ എലോക്കര എന്ന സ്ഥലത്ത് നിന്ന് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് തട്ടൂർ പറമ്പിന് പോകുന്ന വഴി 700 മീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി എലോക്കര താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ജോജി ജോസഫിനെയും കുടുംബത്തെയുമാണ്. ജോജി ജോസഫിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിലായ മിഹായേൽ, അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ ഏറ്റവും ഇളയയാളാണ് മത്തായി മറ്റത്തിൽ. മേലുകാവ് മറ്റത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 3-ാമത്തെ ആളാണ് ജോസഫ് എന്ന് വിളിക്കുന്ന ഔസേപ്പ്. അദ്ദേഹത്തിന് 3 ആൺമക്കളാണ് ഉള്ളത്. അതിലേറ്റവും മൂത്തയാളാണ് ജോജി ജോസഫ്. ജോജി ജോസഫിനെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ജോജി ചേട്ടന് ഇപ്പൊ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? എല്ലോക്കര. എല്ലോക്കര എന്നാണ് സ്ഥലത്തിന്റെ പേര്. അതായത് താമരശ്ശേരിക്ക് അടുത്താണ് ഈ സ്ഥലം. താമരശ്ശേരി 8 കിലോമീറ്റർ മാറി. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ താമരശ്ശേരിയിലേക്ക്. അതിനുശേഷം ഫാദറിന് ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഫാദറിന് ജോലി, താമരശ്ശേരി ജോലി. എന്റെ ഓർമ്മയിൽ താമരശ്ശേരി ജോലി ഉണ്ടായിരുന്നു. താമരശ്ശേരിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. എന്ത് ജോലിയായിരുന്നു? ടീച്ചർ ജോലിയായിരുന്നു ആദ്യം. ടീച്ചറുടെ ജോലിയായിരുന്നു ആദ്യം. ഫാദറിന്റെ പേര് ജോസഫ്. ജോസഫ് എന്നാണ്. അമ്മയുടെ പേര് ലിസി. ലിസി. അമ്മയുടെ വീട് എവിടെയാ? ഭരണങ്ങാൻ അല്ല, മേലമ്പാറ എന്ന് പറയും. മേലമ്പാറ. ഭരണങ്ങാനത്തിനടുത്ത് മേലമ്പാറ. കലയത്തിനാൽ കൊച്ചുവിളക്ക്. കലയത്തിനാൽ കൊച്ചുവിളക്ക് എന്നാണ് വീട്ടുപേര്. അമ്മയുടെ വീട്ടുപേര്. അമ്മയുടെ പേര് ലിസി എന്നാണ്. ലിസി എന്നാണ്. ഈ ജോയി ചേട്ടന്റെ വൈഫ് നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് ജൈനമ്മ. ജൈനമ്മ എന്നാണ് പേര്. വീട് എവിടെയാ? എന്റെ വീട് കല്ലുരുട്ടി അടുത്ത്. കല്ലുരുട്ടി എന്ന് പറയുന്നത്? കല്ലുരുട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ. താമരശ്ശേരിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരം വരുന്നത് അല്ലേ? വീട്ടുപേരെന്താണ്? ആലപ്പാട്ട്. ആലപ്പാട്ട് എന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാരുടെ പേര്? തോമസ്, അന്നമ്മ. അച്ഛന്റെ പേര് തോമസ് എന്നാണ്. അമ്മയുടെ പേര് അന്നമ്മ എന്നാണ്. അമ്മയുടെ വീട് എവിടെയായിരുന്നു? അമ്മയുടെ വീട് ചുങ്കപ്പാറ പ്ലാത്തോട്ടത്തിലാണ്. ചുങ്കപ്പാറ പ്ലാത്തോട്ടത്തിൽ കുടുംബാംഗമാണ് അമ്മ. അമ്മയുടെ പേര് അന്നമ്മ. അന്നമ്മ എന്നാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 4 മക്കളാണ്. 3 ആങ്ങളമാരും ഞാനും ആണ് ഉള്ളത്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഞങ്ങൾക്ക് 2 പിള്ളേര്. 2 മക്കളാണ്. 2 മക്കൾ. ആണും പെണ്ണുമായിട്ട്? ഒരാൾ ഒരു പെണ്ണുമാണ്. മൂത്തയാളുടെ പേര്? ഷെൽബി ജോജി. ഷെൽബി ജോജി എന്നാണ് മൂത്തയാളുടെ പേര്. രണ്ടാമത്തെ പേര് സ്റ്റാൻസി. കുട്ടികളുടെ വിവാഹം കഴിഞ്ഞാണോ? 2 പേരുടെയും കഴിഞ്ഞു. 2 പേരുടെയും വിവാഹം കഴിഞ്ഞതാണ്. മൂത്ത ആളെ എവിടെ നിന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? മലയാറ്റൂരിൽ നിന്നാണ്. കപ്പിയാരുകുടിയിൽ നിന്നാണ് വീട്ടുപേര്. അവളുടെ പേര് ശീതൾ എന്നാണ്. ശീതൾ എന്നാണ്. അവരെന്ത് ചെയ്യുന്നു? അവള് ഇവിടെ ജോലിയായിരുന്നു IT-ല്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ജോലി ആയിട്ടില്ല. അവള് മാസ്റ്റേഴ്സ് ബിടെക് കഴിഞ്ഞിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം. മോന് ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് ഇപ്പൊ ജോലി ചെയ്യുക. വാഷിംഗ്ടണിലാണ് ഇപ്പൊ. മേരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ. വാഷിംഗ്ടണിന്റെ അടുത്താണ് ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ മോളാണ് സ്റ്റാൻസി. സ്റ്റാൻസി എന്നാണ് പേര്. സ്റ്റാൻസിയെ എവിടേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്? തൃക്കടിത്താനത്ത്. ചങ്ങനാശ്ശേരിക്ക് അടുത്ത് തൃക്കടിത്താനം മതിച്ചിപ്പറമ്പിൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ടിനോ സെബാസ്റ്റ്യൻ. അവരെവിടെയാ? ടെക്സാസിലാണ്. അവര് അമേരിക്ക തന്നെയാണ്, ടെക്സാസിലാണ് ജോലി ചെയ്യുന്നത്. അവർ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്? അവന് IT ഫീൽഡിൽ കമ്പ്യൂട്ടർ സയൻസിലെ. ഭർത്താവ് IT ഫീൽഡിലാണ്, കമ്പ്യൂട്ടർ സയൻസ്. മോള്? അവള് ഇവിടുന്ന് ഊട്ടിന്ന് ഫാമിലി കഴിഞ്ഞിട്ട് JSS-ലാണ് പഠിച്ചത്. എവിടെയാണ്? JSS-ലാണ് പഠിച്ചത്. ഫാമിലി പഠിച്ചതിന് ശേഷമാണ്
അമേരിക്ക 2019 അവൾ പോയി. 2019 അമേരിക്കയിൽ പോയി. ജോജിയുടെ മാതാപിതാക്കന്മാരെ ജീവിച്ചിരിപ്പുണ്ടോ? അതിന്റെ പേര് അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്. അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്. ഫാദർ മരിച്ചുപോയി. ചാച്ചൻ മരിച്ചുപോയി. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? അമ്മച്ചി 82 വയസ്സുണ്ട്. 82 വയസ്സുണ്ട്. അമ്മച്ചി എവിടെയാ ഉള്ളത് ഇപ്പം? അമ്മച്ചി താമരശ്ശേരി ഏറ്റവും ഇളയ അനിയന്റെ കൂടെ താമരശ്ശേരിയിലാണ് താമസിക്കുന്നത്. ഫാദർ മരിച്ചിട്ട് എത്ര വർഷമായി? ഫാദർ മരിച്ചിട്ട് 6 വർഷമായി. 6 വർഷമായി. നിങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നു? ഞങ്ങള് അച്ഛന് 3 മക്കളായിരുന്നു. 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്തത് ആരാണ്? ഏറ്റവും മൂത്തത് ഞാനായിരുന്നു. ജോജിയേട്ടൻ തന്നെയാണ് ഏറ്റവും മൂത്തയാള്. ജോജിയുടെ തൊട്ട് താഴെയുള്ള സഹോദരൻ എവിടെയാണ് താമസിക്കുന്നത്? കുന്നമംഗലത്ത് കുന്നമംഗലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ജെന്നി ജെ മറ്റോ എന്നാ ശരിക്കും. ജെന്നി ജെ മറ്റെന്നാണ് ശരിക്കുള്ള പേര്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. പ്രൊഫസറായിട്ട് എവിടെയാ? KMCT കോളേജിലാണ് ജോലി ചെയ്യുന്നത്. KMCT കോളേജ്. സ്ഥലം എവിടെയാണ്? സ്ഥലം മാമ്പറ്റ എന്ന് പറയും. മാമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് KMCT കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ഭാര്യയുടെ വീട് എവിടെയായിരുന്നു? അവരുടെ വീട്ടുകാരൊക്കെ തരിയോടാണ്. തരിയോടെന്നാണ്. കവലക്കൽ എന്നാണ് പേര്. ലജിയുടെ വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? ലജിക്ക് 2 പിള്ളേരുണ്ട്. 2 മക്കളാണ് ഉള്ളത്. മക്കളുടെ പേര് സ്നേഹ ഹൃദയ. അങ്ങനെ 2 പേര് പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്. അതിന് താഴെയുള്ള ജിമ്മി. ജിമ്മി എവിടെയാ താമസിക്കുന്നത്? ജിമ്മി താമരശ്ശേരിയിൽ അമ്മച്ചിയുടെ കൂടെ താമസിക്കുന്നത്. താമരശ്ശേരിയിൽ അമ്മച്ചിയോടൊപ്പം താമസിക്കുകയാണ്. ജിമ്മി എന്ത് ചെയ്യുന്നു? ജിമ്മി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നടത്തി. ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ്, ചെറിയ തോതിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അല്ലി എന്നാണ് ഭാര്യയുടെ പേര്. ഭാര്യയുടെ വീട് ബത്തേരിയിലെ. വീട്ടുപേര് പുത്തൻപരിക്കൽ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 പേര്. 2 മക്കളാണ് അവർക്കുള്ളത്. അവരുടെ പേര് ജോക്കുട്ടൻ ആമിയ. അങ്ങനെ 2 കുട്ടികളാണ് ഉള്ളത്. ഇതാണ് ജോയിച്ചേട്ടന്റെ ഒരു ഫാമിലി ഡീറ്റെയിൽസ്. ജോയിച്ചേട്ടന്റെ പ്രത്യേകം ജോലി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ല, ഇപ്പൊ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. നേരത്തെ എന്തെങ്കിലും ചെയ്തിരുന്നോ ജോലിയോ? നേരത്തെ കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്തു. ബിസിനസ് ഉണ്ടായിരുന്നു. എന്ത് ബിസിനസ് ആയിരുന്നു? ഇലക്ട്രോണിക്സിന്റെ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. നിശ്ചയിച്ചിയുടെ ഫാമിലി ഡീറ്റെയിൽസിലേക്ക് വരാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 4 പിള്ളേരാണ്. 4 മക്കളായിരുന്നു. ചേച്ചി എത്രാമത്തെ ആളാണ്? ഞാൻ മൂന്നാമത്തെ ആളാണ്. ഏറ്റവും മൂത്തതാരാ? ഏറ്റവും മൂത്തത് തോമസ് എന്ന് പറയുന്ന സഹോദരനാണ്. അവരെവിടെ താമസിക്കുന്നത്? അവര് ഇപ്പോൾ കാലിഫോർണിയയിലാണ്. അമേരിക്കയിലാണ്. കാലിഫോർണിയയിലാണ് അവര് താമസിക്കുന്നത്. അദ്ദേഹം അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആലീസ് എന്നാണ്. മൂവാറ്റുപുഴ കിഴക്കേക്കരയിലാണ്. കിഴക്കേക്കര കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പിള്ളേരാണ്. 3 മക്കളാണുള്ളത്. അവരുടെ പേര്? ഒരു പെണ്ണും 2 ആണും. മൂത്ത കൊച്ച് സ്റ്റെഫി, സ്റ്റാൻലി, സ്റ്റീവ്. ഇങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അവര് കുടുംബസമേതം അമേരിക്കയിലാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്. 10-35 വർഷമായിട്ട് സെറ്റിൽഡ് ആണ്. അതിന് താഴെയുള്ളത് സോണി തോമസ്. സോണി എവിടെയാണ്? സോണി അഗസ്റ്റയിലാണ്. യുഎസിൽ തന്നെ അഗസ്റ്റ എന്നുള്ള സ്ഥലത്താണ്. അദ്ദേഹം ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. പുള്ളിക്കാരത്തി ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. 10 വർഷം അവിടെ ആയിരുന്നു. ഇപ്പൊ ലീവ് എടുത്ത് പോയതായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുക. 2 വർഷം കഴിയുമ്പോ പോകും. ടെൻസി എന്നാണ് ഭാര്യയുടെ പേര്. അത് ഇങ്ങാപ്പുഴ, ഇവിടെ കാണക്കാരി തോട്ടത്തില്. ഇങ്ങാപ്പുഴ എന്നുള്ള സ്ഥലത്താണ് അവരുടെ വീട്. അവർക്ക് 2 പിള്ളേര്. 2 കുട്ടികളാണ് അവർക്കുള്ളത്. വിമൽ. നിങ്ങൾ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അവരും അവിടെ സെറ്റിൽഡ് ആണ്. അവരെല്ലാം അമേരിക്കയിലാണ്. ടീച്ചർ ഇവിടുന്ന് ലീവ് എടുത്ത് പോയത്. 2 വർഷം കഴിയുമ്പോൾ റിട്ടയർഡ് ആയിട്ട് തിരിച്ചു വീണ്ടും അമേരിക്കയിൽ പോകും. നാട്ടിലിപ്പോ അവരെവിടെയാണ് താമസിക്കുന്നത്? അവര് കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്. ജോലിയും കൽപ്പറ്റ തന്നെയാണ്. അവര് താമസിക്കുന്നത്. മൂന്നാമത്തെ ഞാനാണ്. തറവാട്ടിലാണ്. പുള്ളി കല്ലുരുട്ടിയിലാണ്. തറവാട്ടിലുള്ള ആളുടെ പേരെന്താണ്? ഡിസൈൽസ് എന്നാണ് പേര്. പുള്ളിക്കാരന്റെ ഭാര്യയുടെ പേര് സിസി എന്നാണ്. ഭാര്യയുടെ വീട്ടുപേര് സ്ഥലം
വെലങ്ങാടാണ് അവളുടെ വീട്. പന്തലാടിക്കൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് 2 പിള്ളേരാണ്, ഒരാണും ഒരു പെണ്ണും. ആൻസി അമൽ. അവര് പിള്ളേർ രണ്ടും യുഎസിൽ തന്നെയാണ്. മക്കൾ യുഎസിലാണ്. ഇവരിവിടെ നാട്ടിലാണ്. ഇവരിവിടെ നാട്ടിൽ. അമ്മയുണ്ട്. അപ്പൊ അമ്മയുടെ വീട്ടിലാണ്. മാതാപിതാക്കന്മാർ രണ്ടുപേരും ഇല്ല, അച്ചായൻ മരിച്ചിട്ട് 22 വർഷമായി. ഫാദർ മരിച്ചിട്ട് 22 വർഷമായി. അമ്മ മാത്രമേ ഉള്ളൂ. ഇളയ സഹോദരനോടൊപ്പം ഇവിടെ നാട്ടിൽ തന്നെ താമസിക്കുന്നു. അതെ. നിങ്ങളിവിടെ ഏത് ഇടവകയിലാണ്? ഞങ്ങൾ സെന്റ് വിൻസെന്റ് ഇടവകയിലാണ്. സെന്റ് വിൻസെന്റ് ഇടവകയാണ്. സ്ഥലം ഈങ്ങാപ്പുഴ. ഈങ്ങാപ്പുഴ എന്നുള്ള സെന്റ് വിൻസെന്റ് ഇടവകയിലാണ്. നിങ്ങൾ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? പള്ളിയായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ സെക്രട്ടറിയാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ സെക്രട്ടറിയാണ്. പിന്നെ വിൻസെന്റ് ഡിപ്പോളിന്റെ പ്രവർത്തനങ്ങളുണ്ട്. രണ്ടുപേർക്കും വിൻസെന്റ് ഡിപ്പോളിന്റെ പ്രവർത്തനങ്ങളുണ്ടോ? ഇല്ല, ഞാന് മാതൃവേദിയുടെ ഇനി ഞങ്ങള് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ പോകാറുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. അങ്ങനെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. സാമൂഹികവും രാഷ്ട്രീയമായിട്ടോ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? രാഷ്ട്രീയമായിട്ടൊന്നും പ്രവർത്തനങ്ങളില്ല. നിങ്ങൾ മക്കളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ അതിനുശേഷം എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടോ? യുഎസ് ചെന്ന് കഴിഞ്ഞിട്ട് മോന് മാത്തമാറ്റിക്സിൽ ഇങ്ങനെ ക്വിസിൽ ഒരു ഗോൾഡ് മെഡൽ ഒക്കെ കിട്ടിയായിരുന്നു. മാത്തമാറ്റിക്സില് ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു. ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഷെൽബിക്ക് അവിടെ മാത്തമാറ്റിക്സ് ക്വിസ് കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും? വേറെ അവനെ തെറാപ്പിസ്റ്റ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെസ്റ്റ് ജോലി ചെയ്തതിന് ഒരു നല്ല സേവനത്തിനുള്ള ഒരു അവാർഡ് കിട്ടിയായിരുന്നു. മെഡൽ കിട്ടിയായിരുന്നു. ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ. കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.